കുറച്ച് ദിവസം മുമ്പ് ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ IIT മദ്രാസ് ഡയറക്ടറായ വി കാമകോടി ഗോമൂത്രം കുടിക്കുന്നത് വളരെ സവിശേഷകരമാണെന്നും ഗോമൂത്രത്തിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗസ് തുടങ്ങിയ സവിശേഷതകളൊക്കെ ഉണ്ട്, തൻ്റെ അച്ഛൻ ഗോമൂത്രം കുടിച്ച സമയത്ത് 15 മിനിറ്റ് കൊണ്ട് തന്നെ പനി സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായി. ഇൻസൈറ്റിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ഈ സാധാരണക്കാരായ ചില പ്രവർത്തകർ, ഉത്തരേന്ത്യയിലൊക്കെ സാധാരണക്കാരായ മനുഷ്യർ ഗോമൂത്രം കുടിക്കുന്നത്, പശുവിൽ നിന്ന് നേരിട്ട് തന്നെ ഗോമൂത്രം കുടിക്കുന്നതും അതിൻ്റെ വീഡിയോ പങ്കുവെക്കുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പോൾ ഒരു IITയുടെ ഡയറക്ടറാണ് ഗോമൂത്രത്തിന് ഇങ്ങനെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗസ് തുടങ്ങിയ സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. വിവരമില്ലാന്ന് നമുക്ക് സാധാരണക്കാരായ ആളുകളെ കുറിച്ച് പറയാം. ഒരു IIT ഡയറക്ടറെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IITയുടെ ഡയറക്ടർ സംസാരിച്ചത് ഗോ സംരക്ഷണശാല അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പരിപാടിയിലാണ്. അതായത് ഇപ്പോൾ ഒരു കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ വലിയ പ്രോമിനൻസ് കിട്ടിയിരിക്കുന്ന ഈ ഗോ സംരക്ഷണം എന്നൊക്കെ പറയുന്ന പരിപാടികളുടെ ഒരു തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഗോ സംരക്ഷണശാല എന്നോ മറ്റോ പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിലോ മറ്റോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇതിനേക്കാൾ വലിയ വങ്കത്തരങ്ങൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു പക്ഷേ 2014 ശേഷം ഇങ്ങോട്ട് എഴുന്നള്ളിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ മാത്രമല്ല, വളരെ പ്രഗത്ഭരായ വൈദ്യശാസ്ത്ര വിദഗ്ധരും അതുപോലെ എൻജിനീയർമാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വരെ ഇത്തരം മണ്ടത്തരങ്ങളും വങ്കത്തരങ്ങളും എഴുന്നള്ളിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇതേപോലെ വലിയ വൈദ്യശാസ്ത്ര വിദഗ്ധരും എൻജിനീയർമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യയിൽ ഈ എന്താ പറയുക അവയവമാറ്റ ശസ്ത്രക്രിയ വളരെ കാലം മുമ്പേ ഉണ്ടായിരുന്നു, പുരാണത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പുരാണ കാലങ്ങളിലേ ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് ഈ ഗണേശൻ്റെ, അതായത് ഗണപതി ഭഗവാന്റെ ശിരസ് മാറ്റിവെച്ചത് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നു. ഇത് അവിടെ മാത്രം അവസാനിക്കില്ല, പിന്നെ ഇങ്ങോട്ട് അതിനു മുമ്പും അതിൻ്റെ തുടർച്ചയുമായിട്ട് പിന്നെ ഇങ്ങോട്ട് ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും തിയറികളൊക്കെ തെറ്റാണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളത് ഇനി വരും കാലത്ത് നരേന്ദ്രമോദി വേവ്സ് എന്നറിയപ്പെടും എന്ന് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ ഇതേ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള വേറൊരാൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന ഒരു നാഗേശ്വർ റാവു എന്ന് പറയുന്ന ചങ്ങാതി 2019 ശാസ്ത്ര കോൺഗ്രസ്സിൽ വന്ന് അവതരിപ്പിച്ച പ്രബന്ധം എന്ന് പറയുന്നത് മഹാഭാരത കാലത്ത് സ്റ്റെം സെൽ റിസർച്ച് ഉണ്ടായിരുന്നു, അതിന് തെളിവാണ് കൗരവന്മാരുടെ ജനനം എന്നാണ്. അങ്ങനെ പലത്. രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു ഒരു മഹേഷ് ചന്ദ്ര വർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത് മയിലുകൾ ഇണ ചേരാറില്ല, മയിലിൻ്റെ കണ്ണീര് കൊണ്ടാണ്, കണ്ണീര് കുടിച്ചിട്ടാണ് വേറൊരു മയിൽ എന്താ പറയുക ഗർഭധാരണം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് മുഴുവൻ ഒന്നുമില്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഈ വൈസ് ചാൻസലർമാർ ആ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ റിസർച്ചർമാർ. ഇപ്പോൾ ജുനഗഡ് സർവകലാശാലയിലെ കുറേ ഗവേഷകന്മാർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഏതാണ്ട് 2018-2019 കാലത്താണ് ഇവർ പറയുന്നത്. ഗുജറാത്തിലെ ഒരു സ്പെസിഫിക് സ്പീഷീസിൽ, അതും ഗുജറാത്തിലെ ഒരു സ്പെസിഫിക് സ്പീഷീസിൽപ്പെട്ട പശുക്കളുടെ 400 പശുക്കളുടെ ഗോമൂത്രം അവർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗോമൂത്രത്തിൽ 3 മുതൽ 10 മില്ലിഗ്രാം വരെ സ്വർണം കണ്ടെത്തി എന്നാണ് അവരുടെ ഗവേഷണ ഫലം ഉണ്ടായിരുന്നത്. ഈ ഗവേഷണ ഫലത്തിന് എന്തെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പുരോഗതി ഉണ്ടായതായിട്ടോ അങ്ങനെ സ്വർണം ഉൽപ്പാദിപ്പിച്ചതായിട്ടോ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പലതും എഴുന്നള്ളിക്കപ്പെടുന്നുണ്ട്, പല കാര്യങ്ങളും. അതൊക്കെ ഇത് പലതും അവതരിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ടെമ്പർ എല്ലാ സിറ്റിസൻസിലും ഉണ്ടാകണം എന്ന് ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു രാജ്യത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പരമോന്നതമായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ എഴുന്നള്ളിക്കുന്നതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ പിന്നെ ഗോസംരക്ഷണശാലയിൽ പോയിട്ട് ഈ വി കാമകോടി എന്ന് പറയുന്ന മദ്രാസ് IIT ഡയറക്ടർ ഇത് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം മദ്രാസ് IITയുടെ ഡയറക്ടറാണ്. വീഴിനാഥൻ കാമകോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
അദ്ദേഹം ഗവേഷണം നടത്തുന്നത് എനിക്ക് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. VLSI, അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ. അതിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ട്രാൻസ്മിറ്ററുകളെ യോജിപ്പിച്ച് ചിപ്പുകൾ ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് അദ്ദേഹം നടത്തുന്നത്. മദ്രാസ് IITയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം PhD എടുത്തിരിക്കുന്നത്. ഈ മദ്രാസ് IITക്ക് വേറൊരു പ്രത്യേകത കൊണ്ട് നമ്മൾ ആലോചിക്കണം. മദ്രാസ് IITയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 100-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അവിടെ നിലനിൽക്കുന്ന ഈ സവർണ മേൽക്കോയ്മയാണ്. അതായത് ഈ സവർണ ജാതി വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ താഴ്ന്ന ജാതിയിൽ സംവരണമൊക്കെ വന്നതിന് ശേഷം അവർ താഴ്ന്ന ജാതിയിൽ എന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളോട് വളരെ മോശമായി പെരുമാറുന്നു. അതിനെ തുടർന്ന് പലരും മനമെടുത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനൊരു ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു വിദ്യാർത്ഥിനി, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു വിദ്യാർത്ഥിനി അവിടെ പഠിക്കുകയും 1-ാം വർഷത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം അധികം വൈകാതെ സോഷ്യൽ സയൻസിലോ മറ്റാണ് ആ കുട്ടി പഠിച്ചിരുന്നത്. അത് ആത്മഹത്യ ചെയ്യുകയും അത് വലിയ കേസാവുകയും ഇപ്പോൾ അതിൻ്റെ സംബന്ധിച്ച് കേസ് തീർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ആ കുട്ടിയുടെ ആത്മഹത്യ സംബന്ധിച്ചൊരു കൃത്യതയിലെത്താൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യം ഈ പറയുന്ന IITക്ക് അവിടെ ഉണ്ട്. അതായത് ഈ പറയുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ നടത്തുകയും വലിയ എൻജിനീയറിംഗ് ടെക്നോളജി വികസിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ഈ ജാതി വ്യവസ്ഥയിൽ അഭിരമിക്കുകയും അതിൽ എന്താ പറയുക അതൊക്കെ മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ നടത്തുന്നൊരു സ്ഥാപനമായിട്ട് ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഭരിച്ചിട്ട് പോലും അവിടെ അതായത് IIT എന്ന് പറയുന്ന കേന്ദ്ര സർവകലാശാല കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലാണ്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും മനസ്സുകൊണ്ടൊരു മാറ്റം അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് വരുത്താൻ ഈ DMK പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഇത്രയും നീണ്ട കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മളതിനെ കാണും. അപ്പോൾ പിന്നെ അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് ഇതൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ വിവരിച്ച ഈ പാരമ്പര്യം ഒരു പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോവിഡ് ഒക്കെ വ്യാപിച്ച കാലത്ത് നമ്മൾ കണ്ടില്ലേ, ചാണകം ദേഹത്ത് പൂശിയാൽ അല്ലെ ചാണകത്തിൽ കുളിച്ചാൽ കോവിഡ് മാറും എന്നൊക്കെ മന്ത്രിമാർ ഉദ്ഘോഷിക്കുന്നതോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പോലും ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ പുതിയൊരു ഉദാഹരണം എന്നുള്ള മട്ടിൽ മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഈ സയൻസ് എന്ന പേരിൽ ഈ സ്യൂഡോ സയൻസും അതുപോലെ ഈ പിന്നെ അന്ധവിശ്വാസങ്ങളുമൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ ഈ വലിയ അതായത് സമൂഹം അംഗീകരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒരു പദവിയിൽ കയറ്റിവെച്ച ആളുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സമാധി നടത്തിയതിൻ്റെ പേരിൽ കേരളത്തിലൊരു സാധാരണ കുടുംബത്തെയാണ് വിമർശിച്ചിരുന്നത്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത പദവിയിലുള്ള വിദ്യാസമ്പന്നരായ ശാസ്ത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യർ ഇത് ചെയ്യുന്നതിൽ പിന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവരുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ 2 മക്കളെയും ഭാര്യയെയും നമ്മൾ ഒരുപാട് വിമർശിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിമർശിക്കുന്നതിൽ ഒരു കഥയില്ല എന്നുള്ളതാണല്ലോ ഈ കാമകോടി തെളിയിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി അതിനുശേഷം മദ്രാസ് IIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗ്രേഡ് എടുത്തതാണ്. IITകളുടെ ഗ്രേഡ് എടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനത്ത് വരുന്നതാണ് ഈ പറയുന്ന മദ്രാസ് IIT എന്ന് പറയുന്നത്. വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. ഒരു എൻജിനീയറിംഗ് എക്സലൻസ് അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയങ്ങളിലെ ഇപ്പോൾ MSc മാത്തമാറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിലും ഇതിലൊരു എക്സലൻസ് കൊടുക്കുന്ന സ്ഥാപനമാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോലും ഇതേപോലെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവിടെയാണ് ഈ പറയുന്ന വീഴിനാഥൻ കാമകോടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്, PhD ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അവിടെ ഇത്രയും കാലം ജോലി ചെയ്യുന്നത്, ഇപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇപ്പോഴും ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് പനി മാറും എന്ന് പറയാൻ മടിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മക്കളെ നമ്മൾ, ഗോപൻ സ്വാമി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വ്യവഹരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ, പാവപ്പെട്ട ആളുകൾ
അദ്ദേഹത്തെ സമാധി ഇരുത്തുകയും അത് ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഇത്രയും ബിരുദവും ഇത്രയും ഒന്നാലോചിക്കുക, ഈ ബിരുദവും പഠനമൊക്കെ നമ്മൾ വിടുക. ഈ IIT മദ്രാസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഒരാൾ ഇന്ത്യക്കകത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തു പോലും അദ്ദേഹം ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാവില്ലേ. അവിടെ ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ പനി മാറും എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഈ വ്യക്തിക്ക് മാത്രമല്ല, ഈ IIT മദ്രാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മാത്രമല്ല, രാജ്യത്തിന് ഉണ്ടാക്കുന്ന ഒരു അവമതിപ്പിനെ കുറിച്ച് ഒന്നാലോചിക്കുക. അതിൻ്റെ വലിപ്പം ഒരുപക്ഷെ ഇതിപ്പോൾ അവമതിപ്പായിട്ടായിരിക്കില്ല, ഇതൊരു വലിയ കാര്യമായിട്ടായിരിക്കും ഇവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി തന്നെ ഇത് മാത്രമാണ്, ഇത് മുമ്പേ ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറയുന്നൊരു കാലത്ത് ഇത് വലിയ സംഭവമാണ് എന്ന് ഒരു പക്ഷേ കാമകോടിയും ധരിച്ചു വച്ചായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഭോപ്പാൽ MP ആയിരുന്ന പ്രഗ്യ താക്കൂറാണ് ഇത് പറഞ്ഞ സമയത്താണെന്ന് തോന്നുന്നത്. അതായത് പ്രഗ്യ താക്കൂറിന് ബ്രസ്റ്റ് ക്യാൻസർ വന്ന സമയത്ത് എൻ്റെ ക്യാൻസർ മാറിയത് ഗോമൂത്രം കുടിച്ചിട്ടാണ് എന്നുള്ളൊരു വാദം അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവരെ ചികിത്സിച്ച ഡോക്ടർ രംഗത്ത് വന്ന് ഞാൻ തന്നെ 3 സർജറി ഈ പ്രഗ്യ താക്കൂറിന് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരുപാട് BJPയുടെ MLA മാർ തന്നെ ഗോമൂത്രം കുടിക്കുന്ന വീഡിയോ പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബറേലിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്ററിനറി റിസർച്ച് ആണെന്ന് തോന്നുന്നു, അവരുടെ ഒരു സ്റ്റഡി ഉണ്ട്. അതായത് ഒതൻറ്റിക്കായിട്ട് വന്ന ഗോമൂത്രം മനുഷ്യൻ്റെ മൂത്രം പോലെ തന്നെ 14 ബാക്ടീരിയകൾ അതിലുണ്ട്, അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാരകമായ വയറിന് വരെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ബാക്ടീരിയകളാണ് എന്ന് ഇങ്ങനെയുള്ളൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. പഠനമുണ്ട്, റിസർച്ച് ഗേറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാനിന്നത് റെഫർ ചെയ്ത സമയത്ത് വായിക്കുകയുണ്ടായിരുന്നു. ഇതൊരു ഔദ്യോഗിക പഠനമാണ്, അതിൻ്റെ അപകടം അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരിത് എൻഡോസ് ചെയ്യുന്ന ഗോമൂത്രം കുടിക്കാനും ഇതിനൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന, അതുപോലെ ചില സ്വാമിമാർ ഇതിനെ ഇങ്ങനെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ അപകടം ചെയ്യല്ലേ ചെയ്യുന്നത്? സംശയമൊന്നുമില്ല. ഇതിപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ കാര്യം പറഞ്ഞത്, BJPയുടെ പാർലമെൻറ്റ് അംഗം എന്നുള്ള ഒറ്റ വിശേഷമല്ല, പാർലമെൻറ്റ് അംഗമായിരുന്നു എന്നുള്ള ഒറ്റ വിശേഷം കൊണ്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. മലേഗാവ് അടക്കമുള്ള സ്ഫോടന കേസുകളിൽ ഹിന്ദുത്വ ഭീകരവാദ ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്ന് അലിഗേറ്റ് ചെയ്യപ്പെടുന്ന ആ കേസുകളിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന വ്യക്തിയാണ് ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്നത്. അവരാണ് ഒരിക്കൽ പറയുന്നത് ഗോമൂത്രവും ഇതര പശുവിൻ്റെ മറ്റ് ചില അത് അവശിഷ്ടങ്ങളാണോ അല്ലെങ്കിൽ അതിൻ്റെ വേറെന്തെങ്കിലും സംഗതിയാണോ എന്ന് നമുക്ക് ക്ലിയർ അല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് കഴിച്ചിട്ടാണ് എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ മാറിയത് എന്നാണ് അവർ അവകാശപ്പെട്ടത്. അവരായതുകൊണ്ട് പിന്നെ എന്തും അവകാശപ്പെടാമല്ലോ, അതുകൊണ്ട് പിന്നെ അവകാശപ്പെട്ടു. പക്ഷേ ഡോക്ടർ അത് പറഞ്ഞു, ഞാൻ 3 ശസ്ത്രക്രിയ ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പിന്നീട് പറയുകയും ചെയ്തു. അപ്പം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. രാജ്യത്തെ പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതുപോലെ IIT ഡയറക്ടറായിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഗോമൂത്രം കൊണ്ട് പനി മാറും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത്. ഇതിപ്പം ഒരു പഠനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഗോമൂത്രത്തിൽ ഇത്ര ശതമാനം ഇത്ര ബാക്ടീരിയകളുണ്ട്, ഇത്ര ഫംഗസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് ഹ്യൂമൻ വേസ്റ്റ് ആണെങ്കിലും കൊള്ളാം, മൃഗങ്ങളുടെ വേസ്റ്റ് ആണെങ്കിലും കൊള്ളാം, അതിൽ ശരീരം പുറന്തള്ളുന്ന സംഗതികൾ എന്തായാലും ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ ശരീരം പുറന്തള്ളുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം പഠനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മളാരും അല്ലെങ്കിൽ മനുഷ്യന്മാരാരും ഗോമൂത്രം വളരെ വിശിഷ്ടമാണ് എന്ന് സ്വമേധയാ വിചാരിക്കുകയും അത് കുടിക്കുകയും ചെയ്യാറില്ലല്ലോ. പാൽ കുടിക്കുന്ന പോലെ ആരും ഗോമൂത്രം കുടിക്കില്ലല്ലോ. അതുപോലെ സാധാരണ വെള്ളത്തിൽ കുളിക്കുന്നത് പോലെ ആരും ചാണകത്തിൽ പോയി കുളിക്കാറില്ലല്ലോ. അത് മനുഷ്യനത് മനസ്സിലാവുന്നതുകൊണ്ടാണ്. അതിന് പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, മനുഷ്യന്മാർക്കത് അറിയാം. അപ്പോൾ ഇതറിയാവുന്ന ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള പണിയാണ് ഈ പറഞ്ഞ ചങ്ങായിമാരെ കരുതുന്നത്. അതിപ്പോൾ ഗോസംരക്ഷണശാലയിൽ പറഞ്ഞാലും കോടതിയുടെ മുറിക്കുള്ളിലോ കോടതിയുടെ പുറത്തോ പറഞ്ഞാലും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ പോയി പറഞ്ഞാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി ഈ പറയുന്ന ഗ്രേഡിൽപ്പെട്ട ഏത് മനുഷ്യനെടുത്താലും, അത് പാർലമെൻറ്റ് അംഗമായാലും കൊള്ളാം, IITയുടെ ഡയറക്ടറായാലും കൊള്ളാം, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും കൊള്ളാം, ആരായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി എടുത്തു കഴിഞ്ഞാൽ അതിന് നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഭരണഘടന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം പൗരന്മാർക്ക്. സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത് പൗരൻ്റെ ഉത്തരവാദിത്തമാണ്
അത് മാത്രമല്ല തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് നിയമപ്രകാരം തന്നെ കുറ്റകരമായൊരു കാര്യമാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന സംഗതികൾ പറഞ്ഞ ഒരു മനുഷ്യനെതിരെ പോലും ഒരു നിയമ നടപടിയും രാജ്യത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യം പറഞ്ഞു, മയിലുകൾ ഇണചേരാറില്ല, കണ്ണീരിൽ നിന്നാണ് മയിലുകൾ അടുത്ത ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ സർവീസൊക്കെ വളരെ ഗംഭീരമായി പൂർത്തിയാക്കിയതിന് ശേഷം റിട്ടയർ ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ വിഡ്ഢിത്തം പറയുന്ന ഒരാൾ എങ്ങനെയാണ് നീതിപൂർവമായിട്ട് കേസുകൾ വിചാരണ ചെയ്ത് വിധി പറയുക എന്ന് ആലോചിക്കാനുള്ള ഒരു യുക്തിബോധമോ ചിന്തയോ നമ്മുടെ സമൂഹത്തിനുണ്ടായില്ല, ഉയർന്ന ജുഡീഷ്യറിക്കും ഉണ്ടായില്ല. ആ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതാണ് ഈ കാമകോടിയെ പോലെയുള്ള ആളുകളെ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഗോസംരക്ഷണ സേനയായാലും അതുപോലെ ഇങ്ങനെ ഇതുപോലുള്ള സ്യൂഡോ സയൻസുകൾ പ്രചരിപ്പിക്കുന്നവരായാലും ഇപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നം അതൊരു മാർക്കറ്റാണ് സത്യത്തിൽ. കാരണം ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും തന്നെ ഗോമൂത്രം അടക്കമുള്ളതൊക്കെ പാക്ക്ഡ് ഐറ്റംസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഗോഡങ്സും ഗോമൂത്രം എല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെ ഈ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നവരുടെ ശരിക്കുള്ള ലക്ഷ്യം എന്തായിരിക്കും? അധികാരം നിലനിർത്താനാണെങ്കിൽ അത് ഇങ്ങനെ ഭരിച്ചു പോയാൽ പോരാ, അതിന് ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കേണ്ട കാര്യം എന്തായിരിക്കും? അല്ല, സമൂഹത്തെ പിന്നോട്ടടിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രോസസ്സ്, അതായത് അധികാരത്തിൽ തുടരുക എന്നുള്ളതും അവരുടെ ഐഡിയോളജി സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഹിന്ദുത്വ ഐഡിയോളജി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ പറയുന്ന സകല സംഗതികളും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗോമൂത്രത്തിനും ചാണകത്തിനും ഒക്കെ വളരെ ഔഷധ മൂല്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വിശുദ്ധ വസ്തുവാണ് എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ പശു ഒരു വിശുദ്ധ വസ്തുവാവുള്ളൂ. പശു ഒരു വിശുദ്ധ വസ്തു ആയാൽ മാത്രമേ പശുവിനെ കൊന്നു അല്ലെങ്കിൽ പശുവിനെ അറുത്തു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇതര മതവിദ്വേഷം ഉണർത്താൻ പാകത്തിൽ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്ക് വേണം. ആ ബാക്ക്ഗ്രൗണ്ട് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോമൂത്രം വളരെ ഔഷധമൂല്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഗോമൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന പശു വളരെ ഔഷധമൂല്യമുള്ളതായിരിക്കണം, ആവണല്ലോ. ചാണകം വളരെ കൊറോണയെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ COVID-19 തോൽപ്പിക്കുന്നതാണ് ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാണകം ഉൽപ്പാദിപ്പിക്കുന്ന പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഔഷധമൂല്യം. അപ്പോൾ എന്ന് വെച്ചാൽ അത് വളരെ വിശിഷ്ടമായ സംഗതിയാണ്. വിശിഷ്ടമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാമധേനുവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നിൻ്റെ ചെറുരൂപമാണ് എന്ന വ്യാഖ്യാനത്തിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയി കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റ് ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പണിയാണ്. അതിനാണ് ഈ കാമകോടിയെ പോയിട്ടുള്ള ആളുകൾ സംരക്ഷണശാലയിൽ പോയിട്ട് പ്രസംഗിച്ച് ഇന്ധനം പകർന്നു കൊടുത്തത്. കാമകോടി ചിലപ്പോൾ അതൊന്നും ഈ പറയുന്ന വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യമൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. IIT മദ്രാസിൻ്റെ ഡയറക്ടറായിരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരു ഉയർച്ചയിലേക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അധികാരവും വെച്ചുകൊണ്ട് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ദശലക്ഷക്കണക്കിന് ചിപ്പുകൾ യോജിപ്പിച്ചുകൊണ്ട്, ട്രാൻസിസ്റ്ററുകൾ യോജിപ്പിച്ചുകൊണ്ട് ചിപ്പുണ്ടാക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാമകോടി ഇത് വിശ്വസിച്ച് പറഞ്ഞായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് അടുത്തൊരു പ്രൊമോഷൻ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കുന്നതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എന്താണെങ്കിലും ഇത് ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഗതികൾ കുക്കപ്പ് ചെയ്യുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അത് എന്താ പറയുക, ഇതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ പാകത്തിൽ ഇത് സംസാരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഓൺലൈനിൽ ഈ പറയുന്ന ചാണകവും ഗോമൂത്രമൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു ഉപയോഗമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. സാധാരണ വളമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഗോമൂത്രം ഉപയോഗിക്കാറുണ്ട്, ചാണകം ഉപയോഗിക്കാറുണ്ട്. നമുക്കൊക്കെ കേരളത്തിലെ പല വളം വിൽപ്പനശാലകളിൽ പോയാൽ ഇത് പാക്ക് ചെയ്ത് കിട്ടും. അത് സാധാരണ ചെടികൾക്കൊക്കെ വളമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പനി മാറാനുള്ള ഔഷധമായിട്ടല്ല ഇതൊന്നും ഇവിടെ വിൽക്കാറ്. അപ്പോൾ അത് ഓൺലൈനിൽ വിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ പർപ്പസ് ഇങ്ങനെയും ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ.